Robmyshow ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ 2020 ആദ്യത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2020 നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ ഇത്ര നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാറുകളുടെയും സ്കൂട്ടറുകളുടെയും വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം 2020 തുടക്കം തന്നെ ഒരു വലിയ വാഹനം ചെയ്തുകൊണ്ട് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ലൈലൻഡിൻ്റെ 180 ഹോഴ്സ് പവർ ഉള്ള ഒരു ബസ്സിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സ്ലീപ്പർ ബസ്സാണ്. അപ്പം സാധാരണ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളൊന്നാണ് ചെന്നൈ ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്ലൈറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ട്രെയിനാണ്. അതുപോലെ തന്നെ ബസ്സുകളെയും ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ മാക്സിമം ലക്ഷറി ആയിട്ടുള്ള ബസ്സുകളിൽ യാത്ര ചെയ്യാനാണ് ആൾക്കാർ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ലക്ഷറി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ധാരാളം ബസ്സുകൾ വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുമ്പോൾ സ്ലീപ്പർ ബസ്സസ് ധാരാളം നിരത്തുകളിലുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യവും എന്താ പറയുന്നത്, ഓരോ പുതിയ ബോഡി ടൈപ്പുകൾ വരുമ്പോൾ അതിന് ഇൻറ്റീരിയർ വ്യത്യാസപ്പെടാം, ലക്ഷറി വ്യത്യാസപ്പെടാം. അങ്ങനെ എന്താ പറയുന്നത്, പല രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ബസ്സിൽ ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2000 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ബസ്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ ബസ്സിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ബസ്സിൻ്റെ ഒരു മേക്ക് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അതിൻ്റെ ഒരു ബോഡിയെക്കുറിച്ചാണ് നമ്മൾ ആൾക്കാർ ചിന്തിക്കുന്നത് പറഞ്ഞാൽ. കാരണം ബസ്സുകൾ ഏറ്റവും കൂടുതൽ ലൈലൻഡിൻ്റെ ബസ്സുകളാണ് ഉള്ളതെങ്കിലും ബസ്സിൻ്റെ ഒരു ബോഡി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബസ്സിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ട്രാവലിംഗ് കംഫർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് MG ബോഡി ബിൽഡേഴ്സിൻ്റെ ലീറാസ് എന്ന് പറഞ്ഞ സ്ലീപ്പറിനെ കുറിച്ചാണ്. ഇതാണ് ഞാൻ എൻ്റെ പുറകെ കാണുന്നതാണ് ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു വ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന വണ്ടിയാണ് ലൈലൻഡിൻ്റെ 180 ഹോഴ്സ് പവറിൻ്റെ എഞ്ചിനുള്ള വൈക്കിംഗ് എഞ്ചിനുള്ള ഒരു ബസ്സാണ് ഈ കാണുന്നത്. എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് പറഞ്ഞു പോകാം. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഓവറോൾ ഡിസൈൻ നോക്കാം. നിങ്ങൾ പലതരം വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ബസ്സുകൾ നോക്കുമ്പോൾ ബസ്സിനകത്ത് കൂടുതലും പ്രകാശിൻ്റെ ഒരു സ്റ്റിക്കർ കാണാറുണ്ട്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന പ്രകാശ് എന്ന് പറയുന്നത് ഒരു വാഹനം മേക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം നമുക്കൊരു അറിവൊക്കെ അതിന് ശേഷമാണ് മനസ്സിലാകുന്നത് പ്രകാശ് എന്ന് പറയുന്ന ഒരു ബോഡി ബിൽഡറാണ്. ഇപ്പോൾ ടൂർ ബസ്സുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രകാശിൻ്റെ സ്റ്റിക്കേഴ്സാണ്. ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് MG ബോഡി ബിൽഡേഴ്സിൻ്റെ ഈ ബോഡിയാണ്. അപ്പോൾ ഈ ബോഡിയുടെ ടൈപ്പിൻ്റെ പേര് ലീറാസ് എന്നാണ്. ലീറ LEERAZ ലീറാസ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ബോഡിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹൈ എൻഡ് വെഹിക്കിൾ ആയിട്ടുള്ള വോൾവോയും അല്ലെങ്കിൽ സ്കാനിയോ കാണുമ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു എയറോഡൈനാമിക്സ് ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. MG ബോഡി ബിൽഡേഴ്സിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ബസ്സാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് വിൻസ്ക്രീൻ വലിയൊരു വിൻസ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് പറയാം ലൈലൻഡ് ബസ്സിൻ്റെ ഒരു വിൻസ്ക്രീനിൻ്റെ ഒരു വലുപ്പമൊക്കെ നമുക്കറിയാം. ഇതും സമാനമായിട്ടുള്ള അതേ വലുപ്പത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേക ഒരു അഭിപ്രായമായിട്ട് തോന്നിയത് ഇതിൻ്റെ വിൻസ്ക്രീൻ കുറച്ചും കൂടെ താഴെ ഇറക്കുമായിരുന്നെങ്കിൽ ഈ വാഹനത്തിന് കുറച്ചും കൂടെ ലുക്ക് കിട്ടുമായിരുന്നു തോന്നുന്നു. ഞാനൊരു കുറവായിട്ടല്ല പറഞ്ഞ കുറച്ചൊരു ഭംഗിയുടെ എലമെൻറ്റ് പറഞ്ഞാണ്. പിന്നെ ഇതിൻ്റെ രണ്ട് എന്താ പറയുക മിറേഴ്സാണ്. മിറേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ബസ്സുകളെ കുറിച്ച് നമ്മൾ പറയും ബസ്സിൻ്റെ കൊമ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള മിറേഴ്സാണ് ഈ വണ്ടിക്ക് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ രണ്ട് വൈപ്പേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഇതിന് ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ സാധാരണ നിങ്ങൾ പൊതുവെ കണ്ടിട്ടില്ലാത്ത ഒരു എംബ്ലമാണ് ഈ കാണുന്നത്. MG ബോഡി ബിൽഡേഴ്സിൻ്റെ ഒരു എന്താ പറയുക ലോഗോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് സിംഹങ്ങൾ രണ്ട് വശത്തേക്ക് നോക്കിയിരിക്കുന്നതായിട്ടുള്ള ഒരു എംബ്ലമാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. ഇതിനൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡേ ലൈറ്റ് റണ്ണിങ് ലൈറ്റ്സ് നിങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. രണ്ട് വശത്തായിട്ട് ഇതിൻ്റെ ഒരു DRL ലൈറ്റ്സ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു എന്താ പറയുന്ന ഒരു ഹെഡ് ലാമ്പിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു അറേ അസംബ്ലി നമുക്ക് കാണാം. 3 ഹെഡ് ലാമ്പ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫോഗ് ലാമ്പും താഴെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 12 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ബസ്സാണ്. 12 മീറ്റർ ലെങ്ത് ഉള്ള ബസ്സാണ്. അപ്പോൾ ഇതിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വൈക്കിംഗ് എന്ന് പറഞ്ഞ ഒരു മോഡൽ എഞ്ചിനാണ്. വൈക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ടെക്നിക്കലി അറിയാവുന്നവർക്ക് അറിയാം. വൈക്കിംഗ് നല്ലൊരു പേരുമായിട്ട് ഒരു എഞ്ചിനാണ്. ഇതിൻ്റെ H സീരീസിലുള്ള എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്.
180 ഹോഴ്സ് പവർ, അതായത് 2500 RPM 180 ഹോഴ്സ് പവർ പ്രകടിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഗിയറിൻ്റെ ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഒരു സിങ്ക്രോമിഷ് ഗിയറാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഇതൊരു ഇതിൻ്റെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിൽ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് AC കംപ്രഷൻ, ഇതൊരു AC വെഹിക്കിളാണ്, AC കംപ്രസറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതൊരു എന്താ പറയുക, ഒരു CRD, അതായത് ഒരു എന്താ പറയുക കോമൺ റെയിൽ ഡീസൽ ഇഞ്ചക്ഷൻ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഇഞ്ചക്ഷൻ ടെക്നോളജി CRDA ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12 മീറ്ററാണ് ഇതിൻ്റെ ഒരു ഷാസിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മെയിനായിട്ട് നമ്മൾ ഈ ബസ്സിൻ്റെ, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു കാറ് വാങ്ങുന്ന പോലെ നമ്മൾ സ്വതവേ നമ്മളിത് വാങ്ങാറില്ലാത്തതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ നമുക്കൊരു ഡ്രൈവർ ക്യാബിൻ കൺസോൾ വെക്കാം. അതിനും നമ്മൾ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വണ്ടിയുടെ ഒരു സൈഡിലേക്കൂടെ ഉള്ളൊരു ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. കാരണം ഒരു സൈഡിലൊരു ലുക്ക് നമുക്ക് കണ്ടിട്ട് അകത്തേക്ക് പോകാം. അപ്പോൾ ഈ വണ്ടിയുടെ ശരിക്കും ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മാറി നിന്ന് നോക്കണം. അപ്പോൾ മാറി നോക്കുമ്പോൾ ഒരു ഫുൾ ഫ്രെയിമിൽ ഈ വണ്ടി കിടക്കുമ്പോഴേ നമുക്കൊരു ഭംഗി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിനെ മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഒരു എന്താ പറയുന്ന സൈഡ് വിൻഡോ സ്ക്രീനുകളാണ് കംപ്ലീറ്റ് കാണുന്നത്, വിൻഡോ ഗ്ലാസ്സുകളാണ്. ഒരേ ഒരു ഫ്ലാറ്റ് ലൈനിൽ ഞാൻ നേരത്തെ പറഞ്ഞ എയറോഡൈനാമിക്കലായിട്ടുള്ള എയർ കട്ട് ചെയ്യുന്ന ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം എയർ എവിടെയും പിടിക്കാതെ എയർ കറക്റ്റ് സൈഡ് വഴി ഒഴുകി നീങ്ങത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈനിലാണ് ഗ്ലാസ്സുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വശം നമ്മൾ ഡ്രൈവർ സൈഡിലാണ് നിൽക്കുന്നത്. ഡ്രൈവറിന് കയറാൻ പാകത്തിലുള്ള ഒരു വിൻഡോ ഒക്കെ ഇവിടെ എന്താ പറയുക, ഒരു ഡോർ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിൻ്റെ എയർ ക്ലീനർ കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ടയേഴ്സ് 295-ൻ്റെ ടയേഴ്സാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എന്താ പറയുക, സാധാരണ നമ്മൾ ലൈലൻഡ് ബസ്സിലുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ഡ്രം ബ്രേക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ റിയർ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ എയർ സസ്പെൻഷനും ബെല്ലോ സസ്പെൻഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത് പ്ലേറ്റ് സസ്പെൻഷനാണ് വരുന്നത്. അപ്പം ഇതൊരു സ്ലീപ്പർ ബസ് ആയതുകൊണ്ട് തന്നെ ബാക്കിൽ എയർ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി നല്ലൊരു കംഫർട്ട് ലെവലിലേക്ക് വരും. ഫ്രണ്ടിലാണെങ്കിൽ എഞ്ചിൻ വെയിറ്റ് കൂടുതലാണ്, എഞ്ചിൻ ഏറ്റവും ഈ ഫ്രണ്ടിലാണല്ലോ ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 കമ്പാർട്ട്മെൻറ്റ്സ് കാണാനായിട്ട് പറ്റും. ലഗേജ് കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഒരുപാട് സ്പേസ് ഒന്നും നമുക്ക് പറയത്തക്ക രീതിയിലില്ല. 2-3 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒന്നാമത് ഇതിനകത്ത് ഒരു ഷാസിയുടെ ഷാസി ലൈൻ അകത്തോടെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കവറിംഗ് ആണ്. കുറച്ച് സ്ഥലം നമുക്ക് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ ടാങ്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഒരു സൈഡിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്കിൽ ലീറാസ് എന്ന് പറഞ്ഞ ഒരു ഡിസൈനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ വശം കൂടെ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം. ഇത് വണ്ടിയുടെ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. വ്യൂ എന്ന് പറയുമ്പോൾ പാസഞ്ചേഴ്സിനകത്തേക്ക് കയറാനായിട്ടുള്ള സ്റ്റെയർവേ എല്ലാം ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡിലെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലെങ്ത് ഉള്ള ബസ്സായതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും ബാക്കിലുള്ള ലെങ്ത് കംപ്ലീറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് കംപ്ലീറ്റ് വർക്കിംഗ് ആയിരിക്കണം. അതേപോലെ ഒരു എമർജൻസി ആയിട്ട് ഇത് ഡോറുകളെല്ലാം എയർ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഡോഴ്സാണ്. അപ്പം ഇതിനെന്തെങ്കിലും പെട്ടെന്ന് തുറക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ടുള്ള ഒരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ സ്വിച്ച് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എയർ ഡോറിൻ്റെ ഒരു എഫക്റ്റ് മാറി നമുക്ക് ആ ഡോർ തുറക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ. നമുക്കിനി ഇതിൻ്റെ ഒരു ഡ്രൈവർ ക്യാബിനിലേക്ക് പോകാം. അപ്പോൾ ഡ്രൈവർ ക്യാബിനിൽ എന്താ കൊടുത്തിരിക്കുന്നത്, നമ്മൾ KSRTCയുടെ ബസ്സുകളൊക്കെ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള ബസ്സുകൾ കാണുമ്പോൾ അതിനകത്ത് കൺവെൻഷണൽ രീതിയിലുള്ള എന്താ പറയുക, കുറേ സ്വിച്ചുകളുടെ ഒരു അറയാണ് അതിന് വണ്ടിക്കകത്തുള്ളത്. അപ്പോൾ അത് വലിയൊരു ആകർഷകമായിട്ടുള്ളൊരു ഘടകമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറില്ല. കാരണം നമ്മൾ KSRTC ബസ്സിൻ്റെ ഒരു മീറ്റർ കൺസോളൊക്കെ നോക്കിയാൽ മതി. അപ്പം KSRTC അല്ല ഞാൻ കുറ്റം പറഞ്ഞ ഒരു ബോഡി മേക്കിങ്ങിനെയാണ് കുറ്റം പറയുന്നത്. അപ്പം ഇതിനകത്ത് കുറച്ചും കൂടെ ഭംഗിയുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയേഴ്സ്, അതുപോലെ ഡ്രൈവർ ക്യാബിനും സീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ഡ്രൈവർ സീറ്റിലേക്ക് ഞാനൊന്ന് കയറിയിരിക്കാം. നമുക്ക് അവിടെ വെച്ച് അതിൻ്റെ കൺട്രോളുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ബസ്സിൻ്റെ ഡ്രൈവർ ക്യാബിനിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഇതിലൊരു സീറ്റിംഗ് കംഫർട്ടൊക്കെ നല്ലൊരു സീറ്റിംഗ് കംഫർട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബോഡി ബിൽഡർ കൊടുത്തിരിക്കുന്ന ഒരു സീറ്റ്സ് തന്നെയാണ് ഇതിനകത്തുള്ളത്.
ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഒരു വീലാണ് 2 സ്പോക്ക്. നമ്മൾ സാധാരണ ബസ്സുകൾക്ക് കാണുന്ന പോലെ 2 സ്പോക്ക് ഇത്രയും വലിയൊരു ഇതായതുകൊണ്ട് 2 സ്പോക്കിൻ്റെ ഒരു ഡ്രൈവിംഗ് വീലാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇതിലൊരു മീറ്റർ കൺസോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുന്നത് ലൈലൻഡ് ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു വൈറ്റ് കളറായിട്ടുള്ള ബോർഡറിൽ വരത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈനിലുള്ള ഒരു മീറ്റർ കൺസോളാണ്. ഇതിനകത്ത് സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, അതുപോലെ തന്നെ വണ്ടിയുടെ എന്താ പറയുന്നത് അമ്മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാറ്ററിയുടെ ചാർജസ് ഒക്കെ അറിയാൻ പറ്റും. ഫ്യൂവൽ ഗേജ് ഉണ്ട്. അതുപോലെ ഈ വണ്ടി എയർ ഓപ്പറേറ്റഡ് ആയിട്ട് അതിൻ്റെ ബ്രേക്സും കാര്യങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള സിസ്റ്റം കുറേ ഈ ഡോർ ഓപ്പൺ ചെയ്യുന്ന എയർ ബ്രേക്സാണ്. അപ്പം വണ്ടിക്കകത്ത് വാക്യൂം അല്ലെങ്കിൽ എയർ എപ്പോഴും നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ 2 മീറ്റേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വണ്ടി ഹീറ്റ് കാണിക്കുന്ന ഒരു സംഭവങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബസ്സുകളിൽ നിന്ന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക സ്വിച്ചിൻ്റെ അറയാണ്. സാധാരണ വോൾവോ ബസ്സുകളിലും സ്കാനിയ ബസ്സുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് കൺസോളിൽ നിറച്ച് സ്വിച്ച് ആയിരിക്കും. അതേ ഒരു ഭംഗി ഇതിലും ഇവിടെയും കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈവറിൻ്റെ റൈറ്റ് സൈഡ് ആയിട്ട് തന്നെയാണ് ഫുള്ള് സ്വിച്ചസും ഇവിടെ അറേ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈവറിൻ്റെ കൈയെത്തുന്ന അകലത്തിൽ തന്നെയാണ് ഈ കംപ്ലീറ്റ് സ്വിച്ചസ്, ഈ വണ്ടിയുടെ ഇന്റേണൽ ആയിട്ടുള്ള സ്വിച്ചസ് കംപ്ലീറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ റീഡിംഗ് ലൈറ്റ്സും വണ്ടിക്കകത്തെ ലൈറ്റ്സും അതുപോലെ തന്നെ ഈ ഫാനിൻ്റെ സ്വിച്ചുകളും അകത്തെ കുറേ ലൈറ്റുകളെല്ലാം DRLൻ്റെ ലൈറ്റുകളും ഇതുപോലെ തന്നെ നമുക്ക് ഈ എയർ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ഈ വണ്ടിക്കകത്ത് ഈ ഫ്രണ്ടിൽ തന്നെയാണ് സ്വിച്ചസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മൾ അല്ലാതെ കൺസോളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് കാണുന്നത് ഒരു റിവേഴ്സ് ക്യാമറ നമുക്കവിടെ കാണാൻ പറ്റും. എപ്പോഴും ഓണായിട്ട് നമുക്ക് കിടക്കുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ വണ്ടിയുടെ പിന്നിൽ ഇത് ഇത്ര ലെങ്തുള്ള വണ്ടിയാണെങ്കിലും പിന്നിൽ ഏതൊക്കെ വണ്ടിയുണ്ട് ഓവർടേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് നോക്കി നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് ഒരു എന്താ പറയുക ഡ്രൈവേഴ്സിന് പാട്ട് കേൾക്കാൻ വേണ്ടിയുള്ള അതുപോലെ വണ്ടിക്കകത്ത് പാട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നോർമലായിട്ടുള്ള ഒരു സ്റ്റീരിയോ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഈ വണ്ടിയുടെ കൊമ്പുകൾ, അതായത് വണ്ടിയുടെ മിററുകളെല്ലാം ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആണ്. അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് 2 മിററും നമുക്ക് ഡ്രൈവർ സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാധാരണ ബസ്സുകളിലൊക്കെ ഒരു ചെറിയ ഏണി വെച്ച് കയറി ക്ലീനർ അല്ലെങ്കിൽ അവരുടെ കണ്ടക്ടർ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് ഡ്രൈവറിന് തന്നെ ഇവിടെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വണ്ടി പാസഞ്ചർ വെഹിക്കിളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു ഇന്ത്യയിലെ കംപ്ലീറ്റ് AC കൂൾഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ജിങ്കി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ AC ആണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു പേരുള്ള, കാരണം ദീർഘദൂരം ഇതൊക്കെ നൈറ്റ് സർവീസ് ഓടുന്ന ബസ്സുകളാണ്. ഇപ്പോൾ നൈറ്റ് സർവീസ് ഓടുന്ന ബസ്സുകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കമ്പനിയാണ് ജിങ്കി. അതുപോലെ കരിയർ, അതുപോലെ അടുത്ത് വേറൊരു കമ്പനിയാണ് കരിയർ AC. അപ്പോൾ അത് ജിങ്കിക്ക് നല്ല ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു നെയിം ഈ നൈറ്റ് സർവീസ് ബസ്സുകളിൽ പോയിരുന്ന ACക്ക് നല്ലൊരു നെയിം തന്നെ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും എന്താ പറയുന്നത് ആകർഷകമായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി സ്വിച്ചുകളാണ്. അതായത് പുതിയ റൂൾ അനുസരിച്ച് ഒരു ബസ്സിൽ അല്ലെങ്കിൽ ഇതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് കാരേജസിലും നിർബന്ധമായിട്ട് പാനിക് ബട്ടണും എമർജൻസി സ്വിച്ചും കൊടുക്കണമെന്നൊരു പുതിയ റൂളാണ്. അതായത് നമുക്കറിയാം ഈ അടുത്ത ഇടയ്ക്ക് എന്താ പറയുന്ന ഈ ബസ്സുകളിൽ വെച്ച് സ്ത്രീകളെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു പ്രശ്നങ്ങൾ കാരണം ബസ്സിനകത്ത് നിർബന്ധമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ പാനിക് ബട്ടൺസ് കൊടുക്കണമെന്നുള്ളതാണ്. അപ്പം ഈ ബട്ടണിൽ ഈ വണ്ടിക്കകത്ത് ഏകദേശം 9 പാനിക് ബട്ടൺസ് ഉണ്ട്. അപ്പം പല ബർത്തുകളിലായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഈ വണ്ടിക്ക് ആക്സിഡന്റ് ഉണ്ടാവുമോ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ആരെങ്കിലും ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് കൺട്രോൾ റൂമിലേക്ക് തന്നെ നേരിട്ട് സിഗ്നൽ പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം ഇപ്പോൾ ഇറങ്ങുന്ന ബസ്സുകളിൽ അല്ലെങ്കിൽ നൈറ്റ് സർവീസ് ഉള്ള ബസ്സുകളിലൊക്കെ ഇത്രയും സുരക്ഷാ ഫീച്ചറുകൾ ലോഡ് ചെയ്തിട്ടാണ് ഈ വണ്ടി കൊണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ പാനിക് ബട്ടണിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് 2 USB പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവറിൻ്റെ മൊബൈൽ ചാർജ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ നമുക്ക് അതുപോലെ എന്താ പറയുന്നത് ഈ ഡ്രൈവറിൻ്റെ ക്യാബിനും AC ഉണ്ട്. മുകളിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ AC-യുടെ വെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവറിന് ഒരു ഫാനും അഡീഷണലി കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പാസഞ്ചർ ഇല്ലാതെ വണ്ടി കാലിക്ക് പോകുമ്പോൾ ഫുള്ള് വണ്ടി AC ഇട്ട് ഇന്ധനത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു മൈലേജ് കുറയ്ക്കാതിരിക്കാൻ വേണ്ടി ഡ്രൈവറിന് മാത്രം ഡ്രൈവറിൻ്റെ ക്യാബിനിൽ ഒരു ഫാനും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു LED ഡിസ്പ്ലേ ആണ്. പുറത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ പുറത്തേക്ക് ഇന്നത്തെ എന്തെങ്കിലും കമ്പനിയുടെ പേരോ റൂട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അതുപോലെ 2 സ്പീക്കേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്ലോക്കും ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ക്ലോക്കും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡ്രൈവർ ഒരു ക്യാബിനിലെ ഒരു ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും കുറേ നോർമലി ഉള്ള എല്ലാ ബസ്സസിനും ഉള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അഡീഷണലി നമുക്ക് പാനിക് ബട്ടൺ എമർജൻസി ലൈറ്റ്സ് ആണ് ഉള്ളത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു സ്വിച്ചസ് അടുക്കിയിരിക്കുന്ന ഒരു വൃത്തി, ഇതൊക്കെയാണ് ഈ ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പം ഇപ്പോൾ നിലവിൽ ഇറങ്ങുന്ന ഏറ്റവും നല്ല ബോഡി ബിൽഡേഴ്സിൽ ഒരാളാണ് MG ബോഡി ബിൽഡേഴ്സ്. അവരുടെ ലീറാസ് എന്ന് പറഞ്ഞ മോഡലാണ്. പല മോഡലുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റണ്ണിങ് ആയിട്ടുള്ള മോഡലാണ് ഈ വണ്ടി. ലൈലൻഡിൻ്റെ ഷാസി നമ്മൾ മേടിച്ച് നമ്മൾ ഈ MG ബോഡി ബിൽഡേഴ്സിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട്
ഇതിൻ്റെ ഒരു ബോഡി കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പം ഇനി നമ്മൾ അറിയേണ്ട സ്ലീപ്പർ ബസ് ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ യാത്രക്കാർക്ക് വേണ്ടിയുള്ള വണ്ടിയാണല്ലോ. അപ്പോൾ ഇന്ത്യയിൽ എന്തുമാത്രം സൗകര്യങ്ങൾ ഈ ബോഡി ബിൽഡേഴ്സ് ഒരുക്കിയിരിക്കുന്നുള്ളതാണ്. നമുക്ക് ഇനി ഇന്ത്യയിലേക്ക് നടന്നു നോക്കാം. അപ്പോൾ നമ്മൾ ഈ ലക്ഷറി ബസ്സിൻ്റെ ഇൻറ്റീരിയറിലാണ് നിൽക്കുന്നത്. 30 ബെർത്താണ് ഈ വണ്ടിക്കകത്തുള്ളത്. അതായത് 30 പേർക്ക് കടന്നുറങ്ങാൻ പറ്റുന്ന ബെർത്തുകളായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് സിംഗിൾ ബെർത്തുകളാണ്. അതായത് നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ബെർത്തുകൾ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് താമസിക്കാം. ഇപ്പോൾ ഫാമിലിയായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിനകത്ത് നമുക്ക് ഫാമിലിയായിട്ട് താമസിക്കാം. അപ്പം 6 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് സാധാരണ പൊതുവെ ആരും ടിക്കറ്റ് എടുക്കാറില്ല. അപ്പം ഒരു ഫാമിലിയും ഒരു അപ്പനും അമ്മയും ഒരു കൊച്ചും ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അവർക്ക് ബാംഗ്ലൂരോ ചെന്നൈ പോകാനായിട്ട് ഈ ഒരു ബെർത്തിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. ഇത് ഫുള്ളി AC ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് മുകളിൽ നോക്കി കഴിഞ്ഞാൽ ACയുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ മുകളിൽ കാണാം. നേരത്തെ ഞാൻ പറഞ്ഞ പാനിക് ബട്ടൺ ഈ വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. വണ്ടിക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സുരക്ഷിതമില്ലായ്മ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികാരികളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ബസ്സിൽ ജീവനക്കാർ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും അത് അധികാരികളെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു പാനിക് ബട്ടനാണ്. അപ്പോൾ അത് ഗവൺമെൻറ് റെഗുലേഷൻ. അപ്പോൾ ഈ വണ്ടിക്കകത്ത് ആ പാനിക് ബട്ടൺ ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഒറ്റയ്ക്കാണെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബസ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബർത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇത് ATC Megha എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബസ്സാണ്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ സ്ട്രാറ്റജിയാണ്. അപ്പം നമ്മളിപ്പോൾ അറിയാം, ഇപ്പം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബസ്സിലും സ്നാക്സ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഈ വണ്ടിയിലെല്ലാം കൊടുക്കുന്നുണ്ട്. സ്നാക്സ് കൊടുക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, വെള്ളം എന്താണെന്ന് മസ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലക്ഷറി ബസ്സിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു ബർത്താണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബർത്തിനകത്ത് എന്താ പറയുന്നത് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാം. ACയുടെ വെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 2 ACയുടെ വെൻറ്റുകൾ നമ്മുടെ ഈ ഒരു തലഭാഗത്തും കാൽഭാഗത്തും ACയുടെ വെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൊബൈൽ വെക്കാനായിട്ടുള്ള 2 മൊബൈൽ ഹോൾഡേഴ്സ്. അപ്പോൾ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ വെക്കാനായിട്ട് 2 മൊബൈൽ ഹോൾഡർ ഉണ്ട്. തൊട്ട് മുകളിൽ തന്നെ ഒരു ചാർജിങ് പോയിൻറ്റ്, USB ചാർജിങ് പോയിൻ്റ്. നമ്മൾ ചാർജറുകളൊന്നും കരുതണ്ട, ജസ്റ്റ് എന്താ പറയുക USB ചാർജറിങ് കേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ പ്ലഗ് ഇൻ ചെയ്ത് മൊബൈൽ നമുക്ക് അവിടെ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ 2 എന്താ പറയുന്നത് വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള 2 കാര്യങ്ങൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 വാട്ടർ ബോട്ടിൽ നമുക്ക് വെക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ATC Megha ബസ് എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനികൾക്ക് ഓരോ സ്ട്രാറ്റജി ആയിരിക്കും. അപ്പോൾ ഇവർ കൊടുക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള പില്ലോസ് കൊടുക്കുന്നുണ്ട്. സാധാരണ വണ്ടി സ്ലീപ്പർ ബസ്സുകളിൽ കമ്പനി ബിൽറ്റായിട്ട് വരുന്ന ഒരു ഹെഡ് റെസ്റ്റ് മാത്രമെങ്കിൽ ഒരു തല വെച്ചാരി വെക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇവർ എന്താ പറയുന്നത് യാത്രക്കാരെ കൂടി ഒരു യാത്രയുടെ കംഫർട്ടിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു തലവണയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്കൊക്കെ അടിക്കുമ്പോൾ നമ്മൾ തലയൊന്ന് ബാക്കിൽ ഇടിക്കാതിരിക്കാനായിട്ട് ഇവിടെ ഒരു സ്പോഞ്ച് കൊണ്ടുള്ള ഒരു ഹെഡ് പാഡിങ്ങും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഒരു ബർത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു മൊത്തം ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഫീറ്റാണ് ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ 6 അടി വരെ അല്ലെങ്കിൽ ഒരു നോർമലി ആൾക്കാരുടെ ഒരു ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 5 മുതൽ ഒരു 5.8 വരെയൊക്കെയാണ് നോർമലായിട്ടുള്ള ഒരു ആൾക്കാരുടെ ഹൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ 6 ഫീറ്റ് വരെയുള്ള ആൾക്കാർക്ക് കംഫർട്ടബിളായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ബർത്ത് സൈസാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ് ലൈറ്റിംഗ് ഒക്കെ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം. മുകളിൽ കംപ്ലീറ്റ് LED ലൈറ്റിംഗ് ആണ്. വണ്ടിയുടെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ LED ലൈറ്റിംഗ് ആണ് കൊടുക്കുന്നത്. അതുപോലെ ട്രെയിനിലൊക്കെ കണ്ടുവരുന്ന പോലെ തന്നെയുള്ള സീറ്റ് ഇൻഡിക്കേറ്റേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ രാത്രി എവിടുന്ന് ഈ വണ്ടിയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ സീറ്റ് തപ്പി നടക്കാനായിട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്ത് ബർത്തിൻ്റെ ഇൻഫോർമേഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക താഴെ നമ്മുടെ ഈ പാസഞ്ചർ നടക്കുന്ന വഴിയിൽ ഈ ഒരു പാത്ത് വേയിലാണെങ്കിലും ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയറിൽ നമുക്ക് ലഗേജ് വെക്കാനുള്ള സ്ലോട്ട് കൊടുത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചില ബസ്സുകളിലൊക്കെ നമ്മൾ കാണാൻ അകത്ത് വെക്കുക. പക്ഷേ അതെല്ലാം ഇതിൽ കയറി വരുന്ന ഈ സെക്കൻഡ് ബർത്തിലേക്ക് കയറാൻ അല്ലെങ്കിൽ അപ്പർ ബർത്തിലേക്ക് കയറാനുള്ള ലാഡർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ഈ ഒരു ട്രേ എന്താ പറയുക പാർസൽ ട്രേ കൊടുത്തു കഴിഞ്ഞാൽ അത് കയറി വരുമ്പം ഇരിക്കാനുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് മനഃപൂർവ്വം ഒഴിവാക്കിയിരിക്കുന്നതാണ്. സാധാരണ ലഗേജസ് എല്ലാം നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക ലഗേജ് കമ്പാർട്ട്മെൻറ്റിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം വളരെ സുഖകരമായിട്ട് ചെന്നൈയിലേക്ക് അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കൊക്കെ ട്രാവൽ ചെയ്യാൻ പാകത്തിലുള്ള സർവീസസാണ് ATC Megha ബസ് ഇട്ടിരിക്കുന്നത്. അപ്പം ട്രിവാൻഡ്രത്ത് നിന്നാണ് ഈ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റ് ബസ്സുകൾ ബാംഗ്ലൂരിൽ നിന്ന് അടൂരിലേക്ക് പോകാനായിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നിലവിലൊരു പുതിയ ഫ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പുതിയൊരു കമ്പനിയാണ്. അപ്പം ഇവർ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സർവീസസ് ആണ് ഇവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂർ ചെന്നൈയൊക്കെ ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ബസ്സുകളും കൂടെ ഒന്ന് ഓപ്റ്റ് ചെയ്ത് നോക്കുക. നല്ല ടൈമിങ് നല്ല റേറ്റിംഗ് ഉള്ളൊരു ബസ്സാണ്. നമുക്ക് ഓൺലൈനിലാണെങ്കിലും ഇത് ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ATC Megha ബസ്സിൻ്റെ കാഴ്ചകൾ, ഇൻറ്റീരിയർ ആയിട്ടുള്ള കാഴ്ചകൾ, അതുപോലെ വണ്ടിയായിട്ടുള്ള സ്പെസിഫിക്കേഷനൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ട്രിവാൻഡ്രത്ത് നിന്ന് ഇതിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ ഒരു സെറ്റ് ഓടുന്നുണ്ട്, ട്രിവാൻഡ്രം ടു ചെന്നൈ ഒരു ബസ് സെറ്റ് ഓടുന്നുണ്ട്. അതേപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് അടൂരിലേക്ക് പുതിയൊരു സർവീസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും.
അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക ഫ്ലീറ്റ് അഡീഷൻ നടന്നുകൊണ്ടിരിക്കണം, എല്ലാ സ്ഥലങ്ങളിലേക്കും ബസ് വരും. അപ്പോൾ ഈ ബസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ www.megabus.in എന്ന വെബ്സൈറ്റിലേക്ക് പോയാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഓഫീസുകളുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രിവാൻഡ്രത്ത് മേഘ ടൂർസ് ആൻഡ് ട്രാവൽസിൽ ഇവരാണ് ഈ ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കും ഇതിൻ്റെ ബുക്കിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ താഴെ നമ്പർ കൊടുക്കാം. എന്തെങ്കിലും ദീർഘദൂര യാത്രകളുണ്ടെങ്കിൽ, ബാംഗ്ലൂർ ചെന്നൈയിലേക്ക് യാത്രകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവർക്ക് കോൺടാക്ട് ചെയ്ത് ഈ ബസ്സിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2020 ഈ വീഡിയോ, ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ താമസിയാതെ തന്നെ വോൾവോ സ്കാനിയ, ഏറ്റവും പുതിയ വോൾവോ സ്കാനിയ ബസ്സുകളുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻസ് വരും. കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം ഒക്കെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും എല്ലാവരിലേക്കും സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയാൽ പോലും റീച്ച് ആകാത്തൊരവസ്ഥയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. പുതിയ പുതിയ വാഹന വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ്മൈ ഷോ.